ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു രഞ്ജു അഖില ഒഫീഷ്യൽ യൂട്യൂബ് ചാനൽ. എല്ലാവർക്കും സുഖമെന്ന് വിശ്വസിക്കുന്നു. നമ്മൾ സുഖമായിട്ടിരിക്കുന്നു. ഇന്നത്തെ നമ്മുടെ ടോപ്പിക് എന്ന് പറയുന്നത് ന്യൂ ബോൺ കെയറിനെ കുറിച്ച് ഞാൻ പറഞ്ഞു തരാമെന്ന് വിശ്വസിക്കുന്നു. അതിന് മുമ്പായിട്ട് നമ്മുടെ യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് കേട്ടോ. അപ്പം ന്യൂ ബോൺ എന്ന് പറയുമ്പോൾ കുഞ്ഞുങ്ങളുണ്ടായി കഴിഞ്ഞിട്ട് ജനിച്ച അന്ന് മുതൽ 28 ദിവസം വരെയുള്ള ബേബീസിനാണ് ന്യൂ ബോൺ ബേബീസ് എന്ന് പറയുന്നത്, അല്ലെങ്കിൽ നവജാത ശിശുക്കൾ എന്ന് പറയുന്നത്. അപ്പം ബേസിക്കായിട്ട് അമ്മമാർ അറിഞ്ഞിരിക്കേണ്ട, പുതിയതായിട്ട് അമ്മമാരാകുന്ന അല്ലെങ്കിൽ 1-2 കുഞ്ഞുങ്ങളുള്ള അമ്മമാർക്കാണെങ്കിൽ പോലും എക്സ്പീരിയൻസ്ഡ് ഉണ്ടെങ്കിൽ പോലും നമുക്ക് കുഞ്ഞുങ്ങളുണ്ടായി കഴിയുമ്പോൾ വളരെ ഡൗട്ട്ഫുള്ളായിട്ടുള്ള കുറേ കാര്യങ്ങളുണ്ട്. അതിൽ ബേസിക് ആയിട്ടുള്ള കാര്യങ്ങൾ ഞാൻ നിങ്ങളോട് ഷെയർ ചെയ്യാമെന്ന് വിശ്വസിക്കുന്നു. അപ്പം അതിനായിട്ട് ഞാൻ ചെറിയ രീതിയിലുള്ള നോട്ടും കാര്യങ്ങളൊക്കെ ഇവിടെ പ്രിപ്പയർ ആക്കി വെച്ചിട്ടുണ്ട്. അപ്പം നമുക്ക് സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പായിട്ട് തുടങ്ങാം. ഒന്നാമത്തെ മെയിൻ ഇമ്പോർട്ടൻ്റ് എന്ന് പറയുന്നത് ബ്രസ്റ്റ് ഫീഡിംഗ് ആണ്. പിന്നെ അടുത്തതെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ബേബീസിൻ്റെ ടെമ്പറേച്ചർ മെയിൻറ്റെയിൻ ചെയ്യുക എന്നുള്ളതാണ്. മൂന്നാമത്തതെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ബേബീൻ്റെ പ്രോപ്പർ ഹൈജീനാണ്. ഈ 3 കാര്യങ്ങൾ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു കാര്യമാണ് ന്യൂ ബോൺ കെയറിൽ. അപ്പം നമുക്ക് സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പായിട്ട് തുടങ്ങാം. ഫസ്റ്റ് ഇമ്പോർട്ടൻ്റ് കാര്യം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ബ്രസ്റ്റ് ഫീഡിംഗ് ആണ്. ഇമ്മീഡിയറ്റ് ആഫ്റ്റർ ദ ബർത്ത് ഓഫ് ദ ബേബി ഡോക്ടേഴ്സ് അല്ലെങ്കിൽ നഴ്സസ് വിൽ ഹെൽപ്പ് ടു ദ മദർ ടു ഫീഡ് ദ ബേബി. അതായത് വിത്തിൻ 30 മിനിറ്റ്സിനുള്ളിൽ ബേബീനെ ബ്രസ്റ്റ് ഫീഡിങ് ചെയ്യുന്നതാണ്. അതാണ് മെയിനായിട്ടുള്ള ഇമ്പോർട്ടൻ്റ് കാര്യം എന്ന് പറയുന്നത്. വൺസ് ബേബി ഡെലിവേർഡ് ആയി കഴിഞ്ഞിട്ട് റിക്കവറി റൂമിലേക്ക് കഴിഞ്ഞ് വാർഡിലേക്കൊക്കെ ഷിഫ്റ്റ് ചെയ്ത് കഴിയുമ്പോൾ തൊട്ട് നമ്മൾ ബേബീനെ പ്രോപ്പറായിട്ട് ബ്രസ്റ്റ് ഫീഡിങ് സ്റ്റാർട്ട് ചെയ്യേണ്ടതാണ്. അത് 2 hours ഇൻ്റർവെല്ലിൽ നമ്മൾ ബ്രസ്റ്റ് ഫീഡിങ് ഇമ്പോർട്ടൻ്റ് ആയിട്ട് കണ്ടിന്യൂ ചെയ്യേണ്ടതാണ്. അത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു കാര്യമാണ്. അപ്പം നമ്മൾ ബേബീനെ ഫീഡ് ചെയ്യുമ്പം ഇനിഷ്യൽ സ്റ്റേജിലൊക്കെ വളരെ ഡിഫിക്കൽറ്റി ആയിട്ട് തോന്നും. നമുക്ക് കൂടെയുള്ള ബൈസ്റ്റാൻഡേഴ്സിൻ്റെ, അതെങ്കിൽ ആരാണ് നമ്മുടെ കൂടെയുള്ള അവരുടെ സഹായം നമുക്ക് നേടാവുന്നതാണ്. അല്ലെങ്കിൽ ഹോസ്പിറ്റലിലാണെങ്കിൽ നഴ്സസ്മാർ ഡെഫിനറ്റ്ലി നമ്മളെ ഹെൽപ്പ് ചെയ്യുന്നതാണ്. അപ്പം മെയിനായിട്ട് നമ്മൾ അറിഞ്ഞിരിക്കേണ്ടത്, കുഞ്ഞുങ്ങളുണ്ടായി 1-2 ദിവസത്തിലേക്ക് കുഞ്ഞുങ്ങൾ സക്ക് ചെയ്യാനൊക്കെ വളരെ ബുദ്ധിമുട്ടായിരിക്കും. അതുങ്ങൾ ഫീഡ് ചെയ്യാൻ വളരെ ഇഗ്നോർ ചെയ്യും. അപ്പോൾ നമ്മൾ ശ്രദ്ധിക്കേണ്ടത്, എപ്പോഴും സ്ലീപ്പി ആയിരിക്കും ബേബീസ്. അപ്പോൾ നമ്മൾ ബേബീസിനെ ഉറക്കത്തിൽ നിന്ന് ഉണർത്തിയിട്ട് ജസ്റ്റ് നമ്മൾ ഫീഡ് ചെയ്യാൻ വേണ്ടി ട്രൈ ചെയ്യണം. അതിന് ഫീഡ് ചെയ്യുന്നതിന് നമ്മുടെ നിപ്പിൾ ഭാഗത്തിൽ നിന്ന് ഈ ബ്ലാക്ക് കളറിൽ ഏരിയോള എന്ന് പറഞ്ഞിട്ടൊരു ഭാഗമുണ്ട്. നിപ്പിൾ മാത്രം വായിലേക്ക് വെച്ച് കൊടുത്തിട്ടുണ്ടെങ്കിൽ ബേബീസിന് പ്രോപ്പറായിട്ടുള്ള സക്ക് ചെയ്താൽ പോലും മിൽക്ക് കിട്ടത്തില്ല. അപ്പോൾ നമ്മൾ ഫീഡ് ചെയ്യുമ്പോൾ എപ്പോഴും ഓർത്തിരിക്കേണ്ട കാര്യം, നിപ്പിളിൻ്റെ കൂടെ തന്നെ ഒരു ബ്ലാക്ക് കളർ ഭാഗം കാണില്ലേ, ആ ഭാഗത്തിൻ്റെ പേരാണ് ഏരിയോള. അതും കൂടി ഉള്ളിലേക്ക് മാക്സിമം കുഞ്ഞുങ്ങളുടെ മുഖത്തിലേക്ക് വെച്ച് കൊടുത്തതിന് ശേഷമാണ് സക്ക് ചെയ്യാൻ വേണ്ടി പ്രോത്സാഹിപ്പിക്കാവുള്ളൂ. അത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു കാര്യമാണ്. പിന്നെ ആഫ്റ്റർ ഫീഡിങ് ദ ബേബി നമ്മൾ എപ്പോഴും ബേബീസിന് ബർബ് ചെയ്യണം. കാരണം ബർബ് ചെയ്തിട്ടുണ്ടെങ്കിൽ മാത്രമാണ് ഗ്യാസ് പുറത്തോട്ട് പോകുകയുള്ളൂ. അല്ലെങ്കിൽ ഗ്യാസ് കെട്ടി നിന്നിട്ടുണ്ടെങ്കിൽ കുഞ്ഞുങ്ങൾക്ക് അത് ഛർദ്ദിക്കാനും ആസ്പിരേഷൻ ആകാനും വളരെ ചാൻസ് കൂടുതലായിട്ടുണ്ട്. അത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യമാണ്. അപ്പം നമ്മൾ ബ്രസ്റ്റ് ഫീഡിങ്ങിനെ കുറിച്ചൊക്കെ ഡീറ്റെയിൽ ആയിട്ട് ഞാൻ പിന്നെ പറഞ്ഞുതരാം. അതായിട്ട് ബേസിക് ആയിട്ടുള്ള കാര്യങ്ങളാണ് ഞാൻ പറഞ്ഞു തരുന്നത്. അടുത്തതായിട്ട് വരുന്നത് ബേബി കെയർ.